ഈ പുഴയും കടന്ന് അടുത്ത ആഴ്ചത്തിലെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രാജേശ്വരി വന്ന് ശാരദ എടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെ വളച്ചെടുക്കാനാണ് നോക്കുന്നെങ്കിൽ അത് നടക്കത്തില്ല. അവളെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ നിലവിളക്ക് കൊടുത്തല്ല അവളെ കയറ്റാൻ പോകുന്നത്, ചൂട് തിളച്ച വെള്ളം എടുത്തിട്ട് മുഖത്തൊഴിക്കും എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് മോളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ശാരദയുടെ അടുത്ത് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ശാരദയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. ശാരദ അത് തിരിച്ച് അതുപോലെ രാജേശ്വരി അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മോൾ അങ്ങനൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും രാജേശ്വരി ശാരദയായിട്ട് ഭയങ്കര വഴക്കിട്ടിട്ടൊക്കെ പോവുകയാണ്. അപ്പം ഗംഗ പറയുന്നുണ്ട്, അമ്മേ ഇവർ വന്ന് ചുമ്മാ പറയുകയാണ്, കാവേരി നിവിനുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള ബന്ധമൊന്നും അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിനീതിന് ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. വിനീതാണെങ്കിൽ നിവിനെ കാണുന്നുണ്ട്, പുറത്ത് വെച്ചാൽ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. നിൻ്റെ അമ്മ വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് വിനീത് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, കാവേരി നിൻ്റെ പേരും കൂടെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയെന്ന് വിനീത് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിവിനിങ്ങനെ പറയാൻ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്. നീ പറ, എന്നോട് സത്യം പറയാൻ വിനീത് പറയുകയാണ്. അങ്ങനെ നിവിൻ പറയുകയാണ്, എനിക്ക് കാവേരി ഇഷ്ടമാണ്, കാവേരി വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ടെങ്കിൽ എനിക്കതിന് താല്പര്യമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിൻ്റെ അമ്മാവൻ ആ ജയപാലനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല, അയാൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലയായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് വിനീത്. എന്തായാലും വിനീതും നിവിനും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിവിൻ അവസാനം വിനീതിന് ഉറപ്പൊക്കെ നൽകുന്നുണ്ട്. എന്തായാലും തൻ്റെ പ്രേമം വിനീതിനോട് നിവിൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നിളമോള് മഴ നനയുന്നൊക്കെയാണ്. അതിനുശേഷം ശാരദ കാവേരി നിളമോളുടെ അടുത്തേക്ക് കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പണ്ട് കവിത എഴുതുമായിരുന്നെന്ന് ശാരദ പറയുന്നുണ്ട്. പിന്നെ അമ്മ ചുമ്മാ പറയാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാവേരി കളിയാക്കുന്നുണ്ട്. എന്താ ഞാൻ കവിത എഴുതിയാൽ ശരിയാക്കത്തില്ലയോ എന്നൊക്കെ ചോദിച്ച് അവർ അമ്മയും മക്കളും കുറേ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സുജാത കരഞ്ഞു പിടിച്ചുകൊണ്ട് വിനീതിൻ്റെ കെഞ്ഞടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ സുരുക്ക് കൂട്ടി വെച്ചിരുന്ന പൈസയാണ്, അതാണ് എനിക്ക് നഷ്ടമായത്, ഓരോ പൈസേൻ്റെയും കണക്ക് എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഗംഗയാണെങ്കിൽ ഒരു മാല എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്നെയാണ്, ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്നും വിചാരിച്ച് വെച്ചിരുന്നതാണ്, ഇത് അമ്മായി കൊണ്ടുവെക്കുമെന്നും പറഞ്ഞുകൊണ്ട് സുജാതയുടെ കൊടുക്കുന്നതുകൊണ്ട് ഒരു ജീവൻ്റെ വിലയേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇതെന്നും ഗംഗ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുജാതയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്, പിന്നെ ഇതിനും വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശാരദ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. യമുന വരേണ്ട സമയമായി, യമുനയെ കാണുന്നില്ല. അപ്പം എന്താ ഇത്രയും താമസിക്കുന്നതൊക്കെയുള്ള ടെൻഷന് യമുനയെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അതിനുശേഷം കാവേരിയെയും ഗംഗയും കൂടെ പറഞ്ഞു വിടുന്നുണ്ട്, അന്വേഷിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയത്തേക്ക് അവിടെ ഇരിക്കുമ്പോൾ ആകെപ്പാടെ പേടിക്കുന്നുണ്ട്, യമുന എവിടെ പോയി കാണുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഗംഗയും കാവേരിയും കൂടെ വരുമ്പം എന്തിയെ യമുനയെ എന്ന് ശാരദ ചോദിക്കുകയാണ്. അത് ഞങ്ങൾ നോക്കാൻ പോയ സമയത്ത് അവൾ ഇവിടെ തിരിച്ചെത്തി കാണുമെന്ന് വിചാരിച്ചെന്ന് ഗംഗ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദ ആകപ്പാട് വിഷമത്തിലാവുന്നുണ്ട്. യമുന എങ്ങോട്ട് പോയെന്നും പറഞ്ഞ് ഭയങ്കര നിലവിളിയും കരച്ചിലൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ യമുനയെ കാണാനില്ല. യമുന മിക്കവാറും വിശാലിൻ്റെ കൂടെ പോയി കാണും. ജയപാലിൻ്റെ മകനായതുകൊണ്ട് അവൻ എന്തായാലും യമുനയെ ചതിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.